ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഈ സാരീസ് ഫുൾ പിടിച്ചോണ്ട് നിന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് സാരീസ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് റീസ്റ്റോക്ക് ആയിട്ടുള്ള സാരീസ് ഉണ്ട്, അതുപോലെ പുതിയ ക്രിസ്മസ് കളക്ഷൻ സാരീസ് ഉണ്ട്, ഒരുപാട് സാരീസ് ഉണ്ട്. അതുകൊണ്ട് ലെങ്ത് കുറയ്ക്കാനായിട്ട് ഞാൻ റീസ്റ്റോക്ക് സാരീസിന്റെ ഒക്കെ ജസ്റ്റ് സാരീസ് കാണിക്കത്തേ ഉള്ളൂ. നമുക്ക് ക്രിസ്മസ് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോസിൽ കാണിച്ചു വിടുവാണ് സാരീസ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസിന് മുമ്പായിട്ട് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് എല്ലാം കൂടെ പെട്ടെന്ന് കാണിക്കുന്നത്. നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്ന കോട്ട ടിഷ്യൂ മെറ്റീരിയൽ ആണ്. ഇതൊരു പുതിയൊരു കളക്ഷനാണ്. നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. നമുക്ക് നേരത്തെ നമ്മുടെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടുള്ള അതൊരു പുതിയ പാറ്റേൺ ആണ്. ഇതിനകത്ത് കോട്ട ഫാബ്രിക്കിനകത്ത് ടിഷ്യൂ വീവിംഗ് കൂടെ വരുന്നത് പോലെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ആ ടിഷ്യൂ കോട്ടയുടെ ചെക്സ് വന്നിട്ടുണ്ട്. കോട്ട ചെക്ക് മെറ്റീരിയലിനകത്ത് ഇതിനകത്ത് ആ ഒരു വീവിംഗിൽ ടിഷ്യൂ വീവിംഗ് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഷൈനിങ് ഉണ്ട്. ഇതിന്റെ കളർ ആണെങ്കിലും ശരിക്കും ഒരു ഓഫ് വൈറ്റ്, ഒരു ഐവറി ഷെയ്ഡ് കോട്ടയിനകത്താണ് ഈ ടിഷ്യൂ വീവ് കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ന്യൂഡ് ഷെയ്ഡ്, നമ്മുടെ സ്കിൻ കളറിലോടൊക്കെ വരുന്ന ഒരു ഷെയ്ഡായിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അതിന് ആ ഗ്ലേസിങ്ങും ഒരു ഗോൾഡന്റെ ഒരു ലൈറ്റ് ഗോൾഡൻ ഡിം ഗോൾഡൻ ഷെയ്ഡിലൊക്കെ വരുന്നത് പോലെയാണ്. ഇതിന്റെ ഫുൾ ഓൾ ഓവർ ദ ബോഡിയിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇത് ബോർഡർ വരുന്നത്, അതായത് ഇതിന്റെ തേരുവശം വരുന്നത് ഈ ഒരു ഗോൾഡൻ സെറി ലുക്കിൽ തന്നെയാണ് ഈ ഒരു തേരുവശം വരുന്നത്. പിന്നെ ഒരു ബോഡി പോർഷനിലോട്ട് ഫുള്ളും ചെറിയ വർക്കും, അതുപോലെ പല്ലുവിന്റെ എൻഡ് വശം ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ട് എംബ്രോയിഡറി വരുന്നത് പോലെയാണ് ഇതിന്റെ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ എൻഡ് പോർഷൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേണിലാണ് പല്ലുവിന്റെ എൻഡ് പോർഷൻ വന്നിരിക്കുന്നത്. ഒരു ക്ലൈംബിംഗ് പാറ്റേണിലാണ് ഇതിനകത്ത് ആ ഒരു ഫ്ലവേഴ്സ്, ഒരു ഫ്ലോറൽ ഡിസൈൻ അതിന്റെ പല്ലുവിന്റെ മുകളിലോട്ട് വരുന്നത്. അതിനുശേഷം അതിന്റെ ബഡ്സ്, അതായത് ചെറിയ മൊട്ടുകൾ പോലെയാണ് ഇതിന്റെ ബോഡി പോർഷൻ ഫുള്ളും ഈ ഒരു ചെറിയ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇതിന്റെ ലീഫ് പാറ്റേൺ ആണെങ്കിലും അതുപോലെ ഫ്ലവർ ബഡ് പാറ്റേൺ എല്ലാം ആണെങ്കിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. ഗ്രീനിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡും അതുപോലെ പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ പല്ലുവിന്റെ എൻഡ് പോർഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ ടിഷ്യൂ വീവിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടിഷ്യൂ ഡീറ്റെയിലിങ്ങും അതിന്റെ ബോർഡറിന്റെ ഇതിലൊരു നല്ല വിഡ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടിയാണ് ഈ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. എൻഡ് പോർഷൻ ടാസിൽസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. സെയിം മെറ്റീരിയൽ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ നമുക്ക് ആ എൻഡ് പോർഷനിൽ ആ ഒരു തേരുവശത്ത് ആ ഒരു ഗോൾഡൻ ഇതുണ്ട്, എന്നാലും പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസിൽ എംബ്രോയിഡറി വരുന്നില്ല. സാരിയുടെ ഫുൾ ബോർഡറിലും അതുപോലെ നമ്മൾ കുത്തുന്നിടത്ത് കാണുന്ന പോർഷനിലെല്ലാം ഈ ഒരു ഫുൾ എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസിങ് വരുന്നത് 2495 rupees ആണ്. 2495 rupees ആണ് ഈ ഒരു സാരിയുടെ. ഇത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാവുന്ന, എന്നാൽ റെഗുലർ വെയർ ആയിട്ടും ചോയ്സ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിനൊരു കളർ ചേഞ്ചും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് അത് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ കളർ ചേഞ്ച് മാത്രമല്ല, ചെറിയ ഡിസൈനിനകത്തും ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ പാറ്റേൺ മെറ്റീരിയൽ എല്ലാം അതുപോലെ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലെല്ലാം വരുന്ന സെയിം ഒരു പാറ്റേണിൽ വരുന്ന സാരിയാണ്. ഇതിന്റെ കളറും വ്യത്യാസം വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ആ എംബ്രോയിഡറി ഡിസൈനും വ്യത്യാസം വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂവിന്റെ കളക്ഷനാണ്, ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ബ്ലൂ, അതായത് ഡാർക്ക് ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ. അതുപോലെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഗ്രീനും 2 ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. ലൈറ്റ് ഗ്രീനും വന്നിട്ടുണ്ട്, ഡാർക്ക് ഗ്രീനും വന്നിട്ടുണ്ട്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ഗ്രീൻ അല്ല, കമ്പാരിറ്റീവ്ലി ഒരു ലൈറ്റർ ടോണും അതിന്റെ ഡാർക്കർ ടോണും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പാറ്റേണിൽ തന്നെ ഇതിനകത്തും ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ പല്ലുവിന്റെ എൻഡ് പോർഷൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ പല്ലുവിന്റെ എൻഡ് പോർഷൻ വരുന്നത്. ഇതുപോലെ തന്നെ ആ ഒരു ചെറിയ ബോർഡർ ഉണ്ട്, ടാസിലുണ്ട്. അതുപോലെ ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ പല്ലുവിലാണ് വലിയ ഫ്ലവർ ഡിസൈൻ വരുന്നത്. ബാക്കി ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ചെറിയ മോട്ടീവ്സ് വരുന്ന പോലെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിൽ അതിന്റെ ബോഡി വരുന്നത്. നല്ലൊരു ഷൈനിങ് ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്, പക്ഷെ നല്ലൊരു ബോഡി ലുക്ക് കാരണം നമുക്ക് ജസ്റ്റ് ഒരു ബാപ്റ്റിസത്തിനോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങിനോ ഹോളി കമ്മ്യൂണിയനോ ഒക്കെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്ലൂ തീമിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ, പിങ്ക് തീമിലുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. സെയിം റേറ്റ് ആണ് വരുന്നത് 2495. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ്. നമ്മുടെ സിൽക്കി കോട്ട, സൂപ്പർ നെറ്റ് വരുന്ന സിൽക്കി കോട്ട സാരിയാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്നത്, പക്ഷെ മെറ്റീരിയൽ വരുന്നത് നമ്മുടെ സൂപ്പർ നെറ്റ് വരുന്ന എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഫുൾ ബോഡിയും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രീനിന് ഈ ഒരു പിങ്ക് കോമ്പിനേഷനിലാണ് ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഒരു റോസ് ഫ്ലവറിന്റെ ഡിസൈൻ ആയിട്ട് പിങ്കും ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ. ആ ഗ്രീൻ ഷെയ്ഡോടെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗ്രീനില് ഡിസൈൻ വന്നിരിക്കുവാണ്. ഇതിന്റെ ഫുൾ ബോഡി പോർഷനും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിന്റെ പല്ലു പോർഷനാണ് ഈ കാണിക്കുന്നത്.
പല്ലു പോർഷനിൽ എൻഡിൽ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. ടാസിൽസിലാണെങ്കിൽ ആ ഒരു എംബ്രോയിഡറിയുടെ കളർ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ടാസിൽസും കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ആ ഒരു പിങ്ക് ത്രെഡ്സും അതുപോലെ ഗ്രീൻ ത്രെഡ്സും കൂടെ വരുന്നത് പോലെയാണ് ഈ ഒരു ടാസിൽസ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബോഡിയിലും ഈ ഒരു പിങ്കിന്റെ കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ഉടുത്ത് വരുന്ന, അതായത് നമ്മൾ ചെസ്റ്റ് പോർഷൻ കഴിഞ്ഞ് താഴോട്ട് വരുന്ന പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഞാൻ തിരിച്ചടിച്ചിരിക്കുന്നത് ബോട്ടം പോർഷനിൽ ഇതുപോലെ 2 ലെയറിലാണ് വരുന്നത്. കുത്തുന്ന ഭാഗത്തോട്ട് എംബ്രോയിഡറി വരുന്നില്ല. ബോട്ടം പോർഷൻ നമ്മൾ കാണുന്ന ഭാഗത്തെല്ലാമാണ് എംബ്രോയിഡറി വരുന്നത്. ഇതിന്റെ ബോട്ടം പോർഷൻ ആണ്. താഴ്വശം എന്ന് പറയുന്നതാണ് നമ്മൾ ഉടുക്കുമ്പോൾ വരുന്ന ടോപ്പ് പോർഷൻ വരുന്നത്. അപ്പൊ അതിന്റെ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് മുകളിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അവിടെ ആ പോർഷൻ വരുമ്പോഴത്തേനും 2 ലെയറിൽ വരുന്ന പോലെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അതിന് ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മൾ കണ്ടില്ല ഫുൾ താഴെ വരെ, അതായത് നമ്മൾ ഉടുക്കുന്ന ഫുൾ പോർഷനിലും ആ എംബ്രോയിഡറി ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ് ബ്ലൗസ് വരുന്നത്. ഈ സാരി നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷന് യൂണിഫോം കളക്ഷനിൽ, അതായത് കൂടുതൽ പേർക്ക് ഒരുപാട് പേർക്ക് ഒരുമിച്ച് കൊടുക്കണമെങ്കിലും ഈ ഒരു സാരി നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് അവൈലബിൾ ആക്കി തരാൻ പറ്റുന്നതാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1495, 1500 ബിലോ വരുന്ന ഒരു സാരിയാണ്. അപ്പം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിനും ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു പീച്ച് ഷെയ്ഡാണ് നമുക്ക് ഇതിന് വേറൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിനകത്തും നേരത്തെ സാരിയുടെ പോലെ തന്നെ ചെറിയ ഡിസൈനും വ്യത്യാസമുണ്ട്, കളർ ചേഞ്ചും വരുന്നുണ്ട്. പക്ഷേ മെറ്റീരിയൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇത് കണ്ടോ, പിങ്കും ഗ്രീനും തന്നെയുള്ള ഒരു കോമ്പിനേഷൻ, പിങ്ക് കളർ പീച്ച് പിങ്ക് കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. പീച്ച് കളറിലാണ് ഇതിന്റെ സാരി വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പീച്ച് കളറാണ്. നല്ല ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊന്നും അല്ലാതെ ഇച്ചിരി ഒരു സെയിം ടോണിന്റെ ഡാർക്കർ ഇതിൽ വരുന്നത് പോലെയാണ് ഇതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് എംബ്രോയിഡറി വേണ്ടെന്നുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാവുന്നതാണെങ്കിലും ഒരു നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. വളരെ ഫിനിഷിങ്ങോടുകൂടി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ഒരു സാരിയിലെല്ലാം ഡിസൈൻസും വന്നിരിക്കുന്നത്. വളരെ ഫിനിഷിങ്ങോടുകൂടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാ ഡിസൈൻസും നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. നേരത്തെ കാണിച്ച സാരി പോലെ തന്നെയാണ്. ഇതിന്റെ കുത്തുന്ന പോർഷൻ വരുമ്പോഴത്തേനും ഹാഫ് പോർഷനിലെ എംബ്രോയിഡറി വരത്തുള്ളൂ. ബാക്കി പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുപോലെ ഫുൾ ബോഡിയിൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്താണ്. ഇതുകൊണ്ട് ഇതിന്റെ കുത്തുന്ന പോർഷൻ വരുമ്പോൾ ഇങ്ങനെ താഴെ വശത്ത് മാത്രമേ എംബ്രോയിഡറി വരത്തുള്ളൂ. ബാക്കി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഫുൾ ആ എംബ്രോയിഡറി വരുന്ന ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തും ബ്ലൗസ് റണ്ണിങ് ആയിട്ട് സെയിം മെറ്റീരിയൽ പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് കൂടുതലും ബ്ലൗസ് എല്ലാ മെറ്റീരിയലും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഓരോ ട്രെൻഡ് അനുസരിച്ച ബ്ലൗസ് നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് എപ്പോഴും വർക്ക് ചെയ്ത ബ്ലൗസുകളായിരിക്കും ട്രെൻഡ്. ഇപ്പൊ നമുക്ക് എപ്പോഴും എല്ലാ സാരീസിന്റെയും കൂടെ പ്ലെയിൻ ബ്ലൗസസ് ആണ് പെയർ ചെയ്ത് വരുന്നത്. പ്രീമിയം കളക്ഷനിലാണെങ്കിലും അതെ, ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിലാണെങ്കിലും അതെ, എപ്പോഴും നമുക്കിപ്പം ഒരു പ്ലെയിൻ സാരി പ്ലെയിൻ ബ്ലൗസുകളല്ല അതിന്റെയും കൂടെ വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നത്. അതിന് കൂടെ തന്നെ നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസിന് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാ ഷെയ്ഡ്സും ഇല്ല, വളരെ കുറച്ച് ഷെയ്ഡ്സ്. ഇത് നമുക്ക് ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ നെറ്റ് ആപ്ലിക് വർക്ക് വന്നിരിക്കുന്ന ഒരു സാരി ആയിരുന്നു. ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു. അതിന്റെ ഗ്രീൻ ആയിരുന്നു അതിന്റെ മോസ്റ്റ് ഡിമാൻഡിങ് കളക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ അതിന്റെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ ഈ സാരി ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ കളറിൽ ആ ഒരു സെൽഫ് ആയിട്ടുള്ള കളറിൽ നെറ്റ് ആപ്ലിക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിന് തന്നെ വേറൊരു കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ നെറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് അടിയിൽ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മുടെ കൈ കാണാൻ പറ്റുന്ന പോലെ രീതിയിലുള്ള നെറ്റ് ആപ്ലിക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെയല്ല, ഇത് നെറ്റിന്റെ മുകളിൽ, ഈ തുണിയുടെ മുകളിൽ നെറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ബോർഡറിലും ഈ ഒരു നെറ്റ് ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തു വരുന്ന ഫുൾ ഭാഗത്തും ഈ ഒരു ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിന്റെ ബോഡി പോർഷനിൽ ഇതുപോലെ ചെറിയ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഫുൾ ബോർഡറും സ്കാലപ്പ് വരുന്ന സാരിയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 3079 ആണ്, 3079 റുപ്പീസ് ആണ്. ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഈ 2 ഷെയ്ഡ്സ് മാത്രമേ നമുക്ക് റീസ്റ്റോക്കിൽ വന്നിട്ടുള്ളൂ. നമുക്കിതൊരു 4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്നായിരുന്നു. പിങ്ക്, പീച്ച്, ഗ്രീൻ, ലാവൻഡർ, അങ്ങനെ 4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്ന സാരിയാണ്. ഇപ്പൊ ഇതിന്റെ ആ ഒരു പീച്ചും ഗ്രീനുമാണ് നമുക്ക് ഇപ്പൊ റീസ്റ്റോക്ക് ആയി വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് റീസ്റ്റോക്കിൽ വന്നിരിക്കുന്ന സെക്കൻഡ് ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് ആട്ടോ. നമുക്ക് എല്ലാ കോംപ്ലക്ഷൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം ഒരു നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു ഫാബ്രിക്കുമാണ് ചന്തേരി സിൽക്ക് ഫാബ്രിക്. പിന്നെ അതുപോലെ ഒത്തിരി ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുള്ള, അതായത് പണ്ട് തൊട്ട് നമ്മൾ കേട്ട് വരുന്ന ഫാബ്രിക്സ് അല്ല ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വരുന്ന പല ഫാബ്രിക്സും. ചന്തേരി ആയിക്കോട്ടെ, മൽ കോട്ടൺ, മൽ ചന്തേരി അങ്ങനെയൊക്കെ പറയുന്ന ഫാബ്രിക്സ് പുതിയ ഫാബ്രിക്സ്, പുതിയ
ഈ ഒരു ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന പുതിയ പുതിയ ഫാബ്രിക്സാണ്. പക്ഷെ ഭയങ്കര നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ലതാണെന്ന് അത്രയും മനസ്സിലാവത്തുള്ളൂ. കാരണം പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടായോ കോട്ടനോ ഓർഗൻഡിയോ അല്ലെങ്കിൽ ടിഷ്യൂയോ ടെസറോ ഒന്നും അല്ല, പുതിയ പുതിയ ഇതുപോലത്തെ മിക്സ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഒരുപാട് നമുക്കിപ്പം മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു നല്ല പ്രീമിയം കളക്ഷൻ തന്നെ ഈ ഒരു ചന്തേരി സിൽക്ക് വരുന്നത്. ഇപ്പൊ ഒത്തിരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് എന്ന് പറഞ്ഞ് ഭയങ്കര സീ ത്രൂ ഒന്നും അല്ല, ഭയങ്കരമായിട്ട് മെയിൻ്റനൻസ് വേണ്ട ഒരു ഫാബ്രിക്കും അല്ല. നല്ലതായിട്ട് നമുക്ക് ഈസി ടു വെയർ ആയിട്ട് ഈസി ടു മാനേജ് ആയിട്ട് പറ്റുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ്. അതും അതിന്റെ ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് റീസ്റ്റോക്കിൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ ഈ ഒരു കളർ. ഇനി വന്നിരിക്കുന്ന വേറൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ ഈ 2 സാരിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇത് നമ്മൾ ഒരു യൂണിഫോം ഓർഡറിന് വേണ്ടി കുറെ ബൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സാരി. അപ്പൊ അതിന്റെ കുറെ പോർഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചർച്ചിൽ, അതായത് കരോള് കൊയർ ഒക്കെ വരുന്നതിന്റെ യൂണിഫോം പർപ്പസിന് വേണ്ടി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ കോട്ടൺ കോട്ടായില് വന്നിരിക്കുന്ന ഒരു സാരി ആയിരുന്നു. വൈറ്റും റെഡും കൂടെ ഉള്ള ക്രിസ്മസ് തീമിൽ ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരി ആയിരുന്നു. കോട്ടൺ കോട്ടായിൽ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി തന്നെ ഇതിനകത്തും വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ക്രോസ് സ്റ്റിച്ച് അല്ല, കുറച്ചും കൂടെ ആ ഒരു ഫ്ലവേഴ്സിന് മാത്രമായിട്ടൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്നത് പോലെ, ബാക്കി ലീഫും അതുപോലെയൊക്കെ ഉള്ളത് വേറെ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് മാത്രം ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുന്ന എംബ്രോയിഡറി. ഞാൻ വീണ്ടും ഈ ഒരു സാരി ഭയങ്കരമായിട്ട് നൂർത്ത് കാണിക്കുന്നില്ല. നൂർത്ത് പല പ്രാവശ്യം നമ്മൾ ഇതിന്റെ പല കളർ ഷെയ്ഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്ക് ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു റെഡ് ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത്. നിങ്ങൾക്ക് റെഡ് ബ്ലൗസ് വെച്ച് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസ് വെച്ച് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ക്രിസ്മസിന് മാത്രമല്ല, നമുക്ക് വൈറ്റ് ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമൽ ചർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടും പറ്റും. ഇപ്പൊ ക്രിസ്മസ് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ റെഡ് ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താൽ കറക്റ്റ് ഒരു ക്രിസ്മസ് ലുക്കിൽ വരുന്ന ഒരു സാരി ആയിരിക്കും. ഇതും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിൽ തന്നെ ഉണ്ടായിരുന്ന സാരിയാണ്. 1599 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വീണ്ടും നമ്മുടെ ഒരു ക്രിസ്മസിന്റെ ഒരു പ്രീമിയം കളക്ഷൻ ആയിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് സാരി. ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്തിന് മുമ്പ് തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വീണ്ടും ആ സാരി കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്പർ ഓഫ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു മെറ്റീരിയൽ നമുക്ക് പറയാൻ പറ്റുന്ന പോലത്തെ മൽ ചന്തേരി നമുക്ക് ഇപ്പം വളരെ യങ്സ്റ്റേഴ്സിന് ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഫെമിലിയർ ആയിരിക്കും. നമുക്ക് റണ്ണിങ് ഫാബ്രിക്സ് ഒക്കെ നമുക്ക് മൽ ചന്തേരിയിൽ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ വരുന്ന മൽചന്തേരി വരുന്ന ഒരു സാരിയാണ്. മൽചന്തേരി ഒത്തിരി പേര് ഇത് കോട്ടൺ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഈ മല്ലെന്ന് പറയുന്ന മെറ്റീരിയൽ കോട്ടൺ മിക്സ് തന്നെയാണ് വരുന്നത്. മൽ കോട്ടൺ എന്നൊക്കെ പറയുന്നത് അത് ആ കോട്ടൺ വീവിംഗ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. കോട്ടൺ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചന്തേരി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ത്രെഡ് തന്നെയാണ്. അപ്പൊ ഈ 2 മെറ്റീരിയലിനോട് ബ്ലെൻഡ് വരുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റാർച്ച് ചെയ്യുമോ, നോർമൽ കോട്ടൺ സാരീസ് പോലെ സ്റ്റിഫ് ആയിട്ടിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ബ്ലെൻഡിൽ വരുമ്പോഴത്തേനും പ്യൂർ വൈറ്റ് അല്ല വരുന്നത്, ഒരു മിൽക്കി വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് നമുക്ക് വൈറ്റ് സാരീസ് വരുന്നത്. ആ ഒരു ഓഫ് വൈറ്റിനകത്ത് ഈ ഒരു റെഡിന്റെ എംബ്രോയിഡറി വളരെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു സാരിയിൽ നമ്മൾ നോർമലി കാണുന്നത് പോലെ 4 വശത്തും ബോർഡർ വരുന്ന ഒരു പാറ്റേണിലല്ല, ഒരു 4 ലൈൻസ് ഫുൾ സാരിയിലും വരുന്നത് പോലെയാണ്. പാരലൽ ആയിട്ട് 4 ലൈൻസ് വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഈ ഒരു ബോർഡർ വരുന്നത്. 2 എൻഡിലും ആ ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സെൻട്രൽ പോർഷനിലും 2 ലൈൻസ് വരുന്നുണ്ട്. അങ്ങനെ പാരലൽ ആയിട്ട് ഫുൾ സാരിയിലും ഇങ്ങനെ 4 ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള പോർഷൻസ് ചെറിയ സ്വീക്വൻസ് വർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഷൈനിങ് ആയിരിക്കും കാണാനായിട്ട്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും നല്ല എളുപ്പമായിരിക്കും. വാഷ് ചെയ്യാനായിട്ടാണെങ്കിലും അതുപോലെ നമുക്ക് പിന്നീടൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓഫ് വൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച്, അതായത് ഇപ്പൊ നമുക്ക് ഇതിനെ വേറെ ഷെയ്ഡിലോട്ട് ഡൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഡയബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതും ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു ഇതിന്റെ. ഇപ്പൊ നമുക്കൊരു ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് തീമിൽ ഈ ഒരു ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഈ ഒരു ക്രിസ്മസ് തീമിൽ ഈ ഒരു സാരി ഉടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേറെ ഒക്കേഷൻ അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷന് വേണ്ടി ഇപ്പം ഒരു ബാപ്റ്റിസമോ അല്ലെങ്കിൽ വേറൊരു ഒക്കേഷൻ വരുന്ന സമയത്ത് ഒരു കളർ വേറെ പീച്ച് ഷെയ്ഡാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഡൈ ചെയ്ത് നമുക്ക് പീച്ച് ഷെയ്ഡ് ആക്കാം. അല്ല നിങ്ങൾക്ക് ഏത് ഷെയ്ഡിലോട്ടാണ് ഡൈ ചെയ്യേണ്ടതെന്നാൽ ആ ഷെയ്ഡിലോട്ട് ഇതിനെ ഡൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഡയബിൾ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റും ഈ ഒരു സാരിക്കുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഇത്രയും ഹെവി എംബ്രോയിഡറി വന്നിരിക്കുന്നത് കൊണ്ടും ഈ ഒരു സീക്വൻസ് വർക്ക് വന്നിരിക്കുന്നത് കൊണ്ടും അതുപോലെ മൽചന്തേരി എന്ന് പറയുന്ന അത്രയും നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടും ഒക്കെയാണ് ഈ ഒരു സാരിക്ക് ഇച്ചിരി റേറ്റ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3759 rupees ആണ്. എന്നാൽ റേറ്റ് അത്രയും ഉണ്ടെങ്കിലും അത്രയും വർത്തുള്ള ഒരു സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസും വരുന്നുണ്ട്. ഒരുപാട് സെയിലുമായിട്ടുള്ള നമ്മുടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ 25 ക്രിസ്മസിലെ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു സാരി ആയിട്ട് തന്നെ നമുക്കിപ്പോൾ ഉള്ളൊരു
കളക്ഷൻ ആണ്. അപ്പൊ ഇത്രയും സാരീസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈ കാണിച്ച ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.